ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ല ടേസ്റ്റുള്ള ലെമൺ വെൽവെറ്റ് കേക്കാണ്. ഇതിനെ യെല്ലോ വെൽവെറ്റ് കേക്ക് എന്നും പറയാം. ഈ ഒരു കേക്ക് സാധാരണ കേക്ക് പോലെയല്ല, നേരത്തെ ഒരു പുളിയും മധുരവും നല്ലൊരു സ്മെല്ലും ഒക്കെ ഉള്ള ഒരു കേക്കാണ്. ഇത് നമ്മളൊരു സ്പെഷ്യൽ സിറപ്പ് വെച്ചിട്ടൊക്കെയാണ് കേക്ക് സോക്ക് ചെയ്യുന്നത്. അതുമാത്രമല്ല ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ഒക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ലെമൺ വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കാണാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മുടെ ചിക്കൂസ് ഡേ ഗിവ് അവേ നടക്കുന്ന കാര്യം എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അറിയാത്തവർക്ക് വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ വീഡിയോയുടെ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ നമ്മുടെ ലെമൺ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പ്. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ജാതിക്കയാണ്. അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിരിക്കും ഈ ലെമൺ കേക്കിന് ജാതിക്കയുടെ ഈ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോഴത്തേക്കും. അപ്പോൾ ഏകദേശം ഒരു നുള്ളൊക്കെ മതി, ഇത് മതി. ഇനി നമുക്കിത് 3 പ്രാവശ്യം അരിച്ചെടുത്തങ്ങ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറുനാരങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അതിൻ്റെ ആ ഒരു വെള്ള തൊലി വരാതെ പുറമേയുള്ള മഞ്ഞ മാത്രം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു ടീസ്പൂണൊക്കെ ഉണ്ടാവും. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിക്കുന്നുണ്ട്. അത് ഒന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചേക്കാം. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു മിക്സിയുടെ ജാറിലാണ്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടങ്ങ് അടിച്ച് പതപ്പിച്ചെടുക്കാം. ബീറ്റർ കൊണ്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇതേപോലെ തന്നെ ബീറ്റർ കൊണ്ട് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ അത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഇട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാലും നാരങ്ങാനീരും കൂടെ ഒഴിച്ച് വെച്ച് അതൊന്ന് അത്യാവശ്യം ഒന്ന് പിരിഞ്ഞിട്ടുണ്ട്. അത് മതി. അത് നമുക്ക് മിക്സിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരുപാടങ്ങ് സ്പീഡിലടിക്കേണ്ട, ലോ സ്പീഡിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ അത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല ഫ്ലഫി ആയിരിക്കുന്ന ഒരു ബാറ്ററാണ്. നല്ലൊരു പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെയായിട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മിക്സില്ലേ അത് ഇട്ട് കൊടുക്കാം. ഒരു 3 പ്രാവശ്യമായിട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. നമ്മൾ വിസ്ക് വെച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ ലെമൺ കേക്ക് അല്ല, അപ്പോൾ അതിന് കുറച്ചൊരു കളർ കിട്ടാനായിട്ട് ഒരു ലെമൺ യെല്ലോ കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജെൽ കളറാണ്. ഒരു 2 ഡ്രോപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല ഒരു കളർ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ചെറുനാരങ്ങയുടെ തൊലി അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ ആണുള്ളത്, അത് ഇട്ട് കൊടുക്കാം. അത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മളെടുക്കുന്നത് 7 ഇഞ്ച് വരുന്ന ഒരു ബേക്കിംഗ് ട്രേ ആണ്. അതിലേക്ക് ഓയിൽ കുറച്ചൊന്ന് ഗ്രീസാക്കിയിട്ട് ബട്ടർ പേപ്പർ മുറിച്ചത് വെച്ച് കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഒരു സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് സാധാരണ ഒരു അലൂമിനിയം പാത്രമാണ്. അതിൽ ഒരു റിങ് ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കിയതാണ്. അതിലേക്ക് നമുക്ക് നമ്മുടെ ബാറ്റർ വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് അത് നമുക്കൊരു 25 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും 5 തൊട്ട് 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാക്കും. അത് പിന്നെ ഓവനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ ഒരു 25 മിനിറ്റ് ഞാൻ മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുത്തതാണ്. നല്ല കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നമ്മൾ സ്ക്യൂർ വെച്ച് ഒന്ന് കുത്തി നോക്കുമ്പോൾ സ്ക്യൂറിലൊന്നും പറ്റിപ്പിടിക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്കെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിരുന്നാൽ മതി. കേക്ക് നമുക്കൊരു ടവലിട്ടങ്ങ് മൂടി വയ്ക്കാം. കേക്കൊക്കെ എപ്പോഴും നമ്മൾ ടവലൊക്കെ ഇട്ട് ഇത് മൂടി വെക്കുക കേട്ടോ, നല്ലത്. അപ്പോൾ അതിന് ആവിവെള്ളവും വീഴില്ല. എന്നാൽ തുറന്നു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈ ആയി പോവുകയും ചെയ്യും. നമുക്കൊരു പാനിലേക്ക് 1 പാക്കറ്റ് പാല്, 1/2 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് തീ വളരെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുമിച്ച് ഒഴിക്കേണ്ട. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കുക പതുക്കെ. അതിനുശേഷം ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പതുക്കെ ഇതങ്ങ് പിരിഞ്ഞ് വന്ന് ആ വെള്ളത്തിനൊരു പച്ച കളർ വരുന്നുണ്ട്. അത് മതി. നമുക്കതൊരു അരിപ്പയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അത് അവിടെ ഇരിക്കട്ടെ. ആ വെള്ളം അങ്ങ് മാറ്റി അങ്ങ് വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് ഊർന്ന് പോകാനായിട്ട് നമുക്ക് പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1.5 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സിറപ്പ്, കേക്ക് സോക്ക് ചെയ്യുന്ന സിറപ്പ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സിറപ്പിൽ കേക്ക് സോക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും. ഇതിൽ മിൽക്ക് മിക്സിലൊന്നും സോക്ക് ചെയ്ത് കേട്ടോ ലെമൺ കേക്ക്. അതൊന്ന് തണുത്ത് വരട്ടെ. ഇത് നമ്മൾ എടുക്കുന്നത് യെല്ലോ കളർ ടൂട്ടി ഫ്രൂട്ടിയാണ്.
അതൊരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 തരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരാണ്. ഈ ചെറുനാരങ്ങ നീരെടുക്കുന്നതിൻ്റെ അളവൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിൽ കൂടി പോകരുത്. കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുളിയായിരിക്കും കേക്കിന്. അതുകൊണ്ടാണ് എല്ലാം ടീസ്പൂൺ അളവിലൊക്കെ ഞാൻ പറയുന്നത്. അത് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോൾ അത് വറ്റി വന്നിട്ടുണ്ട്. നമുക്കവിടെ മാറ്റി വെച്ച് കൊടുക്കാം. അതും ഒന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമ്മുടെ പാല് പിരിച്ചു വെച്ചത് നന്നായിട്ട് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും മതി. 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തത്. അത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് എടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റ് ആൻഡ് ക്രീം ചീസാണത്. ഇതുണ്ട്, നല്ല ക്രീമി ആയിട്ടിരിക്കുന്ന ക്രീം ചീസ്. ഇതിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർക്കണമെങ്കിൽ ചേർക്കാം. കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ചേർക്കുന്നില്ല, ഇത് മതി. ഇത് വെച്ചാണ് നമ്മൾ കേക്ക് ക്രീം ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫിയോണയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. അത് നമുക്കിത് വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ബീറ്റർ വെച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. വിസ്ക് വെച്ച് നല്ല അസലായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മിക്സിയിലും ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ചിക്കൂസ് ചാനലിൽ കിടപ്പുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അറിയാത്തവർ. വിസ്ക് വെച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തൈര് കടയണ പോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വിപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നല്ല തിക്കായിട്ട് വിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച ക്രീം ചീസ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രമേ വിപ്പിംഗ് ക്രീമിലേക്ക് ഇടാവുള്ളൂ. തണുത്തതിന് ശേഷമാണ് ഞാൻ അരച്ചത്, അല്ലാണ്ട് ചൂടോടുകൂടി അരച്ച് ഒന്ന് ചേർത്തേക്കല്ലേ. അപ്പോൾ ക്രീം അങ്ങ് ലൂസായിപ്പോൾ. അത് മുഴുവനായിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് ആയിട്ടുണ്ട്. അതപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് ഇത്. നമുക്കിനി 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പൊടിച്ചിടാനാണ്. അതങ്ങ് മാറ്റി വയ്ക്കാം. നമുക്ക് ബാക്കി 3 ലെയറും കൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്ത 3 ലെയർ മാത്രം ഒന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ച സിറപ്പിൻ്റെ 1/4 ഭാഗത്തോളം ഈ ഒരു സമയത്തൊഴിച്ചൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം. നമ്മളിത് ഒരു ബോർഡ് എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് അടിച്ചു വെച്ച വിപ്പിംഗ് ക്രീം ഒന്നാക്കി കൊടുക്കുകയാണ്. കേക്ക് ബോർഡിൻ്റെ മുകളിൽ നിന്ന് ഇളകി മാറാതിരിക്കാൻ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒന്നുകൂടെ ഒന്ന് സിറപ്പാക്കുന്നുണ്ട്. നമ്മളെ ക്രീം ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ സ്പെഷ്യൽ ഫില്ലിംഗ് ആണ്, അതിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇത് എന്താണ് സംഭവം എന്ന് മനസ്സിലാവില്ല. അത് കഴിക്കുന്ന സമയത്ത് ചെറിയൊരു പുളിപ്പുണ്ടാവും, മധുരം ഉണ്ടാവും, നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ചെറുതായിട്ടല്ലേ മുറിച്ചിരിക്കുന്നത്. അത് എല്ലായിടത്തായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. നമുക്കതിലേക്ക് സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അതേപോലെ തന്നെ നമ്മൾ ക്രീം ആക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് നമ്മുടെ ബാക്കിയുള്ള ഫില്ലിങ് മുഴുവനായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കുകയാണ്. അതിന് മുകളിലേക്ക് നമുക്ക് ബാക്കിയുള്ള സിറപ്പ് മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമുക്കതിൻ്റെ മുകളിലേക്ക് അങ്ങ് ക്രീം ആക്കി കൊടുക്കാം. സൈഡിലുമൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതൊരു സ്ക്രേപ്പർ വെച്ചൊന്ന് സ്ക്രേപ്പ് ചെയ്തങ്ങ് സൈഡ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. മോൾ ഭാഗവും ഒന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ നമ്മൾ മാറ്റി വെച്ച ഒരു കേക്കിൻ്റെ ഒരു ലെയർ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറേശ്ശായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അടിക്കേണ്ട. അപ്പോൾ എല്ലാം കൂടെ ചിലപ്പോൾ കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് ലെയറാണ് പൊടിക്കാനായിട്ട് മാറ്റി വെച്ചത്. ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കേക്കിൻ്റെ മുകളിലേക്ക് അങ്ങ് വെതറിയിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ബ്രഷ് വെച്ച് എല്ലായിടത്തോട്ടൊന്ന് ഒരുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എല്ലായിടത്തും ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് സൈഡിലായിട്ട് ഗോൾഡൻ ബോൾസ് വെച്ച് കൊടുക്കുകയാണ്. എഡിബിൾ ഗോൾഡൻ ബോൾസ് ആണ്. നമുക്ക് കേക്ക് ഐറ്റംസ് ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പിൽ കിട്ടും. ഈ എഡിബിൾ ബോൾസൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കുന്ന സമയത്ത് ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കളറൊക്കെ അങ്ങ് മങ്ങിപ്പോട്ടോ. അതിൻ്റെ കളറൊക്കെ മാറി ഒക്കെ വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. നമ്മുടെ ഗോൾഡൻ ഡസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഗോൾഡൻ ഡസ്റ്റ് ഒരു നുള്ളു മാത്രം ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ പാത്രം നന്നായിട്ടൊന്ന് കുലുക്കിയാൽ മതി. അപ്പോൾ അതിൽ ശരിക്കും നന്നായിട്ട് ആ ഒരു ഗോൾഡൻ കളർ കോട്ട് ചെയ്ത് വരും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇത്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലായിടത്തും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ വൈറ്റ് പോർഷൻ കാണുന്നിടത്തോട്ട് അതിൻ്റെ പൊടി കുറച്ചൊന്ന് നീക്കി കൊടുക്കുകയാണ്. അതേപോലെ തന്നെ താഴ്ഭാഗത്തും ഇതേ ഗോൾഡൻ ബോൾസ് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഗോൾഡൻ ബോൾസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടി തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. യെല്ലോ കളർ പൊടി താഴെ സൈഡിലായിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വൈറ്റ് ബോൾസ് വലുതും ചെറുതുമായിട്ടുള്ളത് അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്.
അത് മതി, അത് തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി വേണമെങ്കിൽ നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ വേണമെങ്കിൽ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ റോസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ സെല്ലോ ടേപ്പ് വെച്ചൊന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് ഫ്ലവേഴ്സൊക്കെ കേക്കിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒന്ന് സെക്യൂർ ചെയ്തിട്ട് വേണം വെക്കാനായിട്ട്. ഒരു 3 എണ്ണം വെച്ചിട്ടുണ്ട്. അടിപൊളി, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നത് 1 കിലോയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മളിപ്പോൾ ക്രീം ചീസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1000 രൂപീസ്, ഇല്ലാന്നുണ്ടെങ്കിൽ 850 വെച്ച് വാങ്ങിക്കാം. ഇപ്പോൾ ക്രീം ചീസ് വെച്ചിട്ടും അല്ലാതെയും ചെയ്യാം, പക്ഷേ ക്രീം ചീസ് വെച്ചതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് കട്ട് ചെയ്യാണ്. അത്യാവശ്യം വലിയ പീസ് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത്. നമുക്കൊരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. കഴിക്കട്ടെ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരുപാട് പുളിയൊന്നുമില്ല, എന്നാൽ നല്ല ലെമണിൻ്റെ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആ ഒരു എന്താ സംഭവം കഴിക്കാൻ കിട്ടുന്നതെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. ടൂട്ടി ഫ്രൂട്ടിയാണ് ഇട്ടതെങ്കിലും അടിപൊളി കേക്കാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.